ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ജുമാന. ഇന്നത്തെ വീഡിയോയിൽ ഒരു 2 ടൈപ്സ് ഓഫ് ബൊക്കെയാണ് കാണിക്കുന്നത്. ഒന്ന് ക്രീപ്പ് പേപ്പർ വെച്ചുകൊണ്ടും പിന്നൊന്ന് ഷോപ്പിംഗ് ബാഗ് വെച്ചുകൊണ്ടുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഇതിനു വേണ്ടി കുറച്ച് ബാംബു സ്റ്റിക്ക്, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, ലീവ്സ്, പിന്നെ ഫ്ലോറൽ ടേപ്പും കുറച്ച് പേപ്പേഴ്സും വേണം. ബാംബു സ്റ്റിക്കിലേക്ക് ഈ ഫ്ലോറൽ ടേപ്പ് ഉപയോഗിച്ചിട്ട് മുഴുവനും കവർ ചെയ്തെടുക്കുക. ഇനി ഇതിന്റെ ഷാർപ്പായിട്ടുള്ള എഡ്ജ് ഈ ഫ്ലവറിന്റെ ബാക്കിലുള്ള ഹോൾസിലേക്ക് കുത്തി കൊടുക്കാം. ബാക്കിയുള്ള ബാംബു സ്റ്റിക്കും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സ് കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് കിട്ടുന്നുണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം. ഇനി ഒരു ക്രീപ്പ് പേപ്പർ എടുത്തിട്ട് അതിന്റെ മിഡിൽ ഭാഗത്തു നിന്നും 2 സൈഡിലേക്കും ലെയർ ചെയ്ത് കൊടുക്കാണ്. ഇനി ഈ ലെയർ ചെയ്തത് മൂവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് തൽക്കാലത്തേക്ക് ഒരു പ്ലാസ്റ്റർ ഒട്ടിച്ചു കൊടുക്കാണ്. ഇനി ഈ ഫ്ലവറൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഫ്ലവറൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷം ഈ ക്രീപ്പ് പേപ്പറിന്റെ 2 സൈഡും കൂട്ടിച്ചേർത്തിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കും. ഇനി ഇതിനു മുകളിലേക്ക് റെഡ് റിബൺ ടൈ ചെയ്ത് കൊടുക്കാം. എൻ്റെ ഉണ്ടായിരുന്ന ഒരു ആനിവേഴ്സറിന്റെ റിബൺ ആയിരുന്നു ഞാൻ ഇവിടെ ടൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞ 2 ബൊക്കയിൽ ആദ്യത്തെ ബൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബൊക്കെ ചെയ്യാം. ഇനി ഇതുപോലെ തന്നെ ഷോപ്പിംഗ് ബാഗ് ഉപയോഗിച്ചിട്ടും എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിനു വേണ്ടി ഞാൻ ബ്രൗൺ കളറിലുള്ള ഷോപ്പിംഗ് ബാഗാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്തുള്ള എയ്ത്തില്ലാത്ത പോർഷനാണ് നമുക്ക് ഇതിനു വേണ്ടി വേണ്ടത്. ഇനി ഈ ഷോപ്പിംഗ് ബാഗ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ കവറിന്റെ അടിഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി ഈ കൈ പിടിക്കുന്ന ഭാഗം അല്ലേ എടുത്തു മാറ്റാം. ഇനി ഇത് നമുക്ക് സ്ക്വയർ ഷേപ്പിൽ വേണം. അതിനു വേണ്ടി ഇത് ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാണ്. ഇതിന്റെ ബാക്ക് വശത്തെ എയ്ത്ത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ പെയിന്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇതിന്റെ ബാക്കി പീസ് എടുത്ത് ഒട്ടിച്ചെടുക്കാം. ഞാനിപ്പോ ബാക്ക് വശത്തേക്ക് ഒന്നും ചെയ്യുന്നില്ല. ഇനി പേപ്പർ ക്രോസ് ചെയ്ത് വെച്ചിട്ട് ഇതിലേക്ക് ഫ്ലവറൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന്റെ താഴെയുള്ള പോർഷൻ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി ഇതിന്റെ ഒരു സൈഡിലേക്ക് ഞാൻ ഒരു 4 ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റേ സൈഡിലേക്കും 4 ലെയർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ലെയർ ചെയ്ത 2 ഭാഗവും ചേർത്ത് പിടിച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് റിബൺ ടൈ ചെയ്ത് കൊടുക്കാം.
രണ്ടാമത്തെ ബൊക്കയും ഇവിടെ റെഡിയായി. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോ ആണ് വേണ്ടതെന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. ഇനിയൊരു വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ഫ്രണ്ട്സ്.